നമ്മൾ വയ്ക്കാൻ പോകുന്നത് വറുത്ത ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ചായിട്ട് വറുത്തെടുക്കാം. ഇതധികം ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, പുറമേ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. മൊരിയണമെന്നും നിർബന്ധമില്ല, ജസ്റ്റ് പുറമൊന്ന് ഒന്ന് ഫ്രൈ ആകുന്ന പോലെ, ഒന്ന് ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ മതി. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം അതുപോലെ തന്നെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുത്താൽ മതിയാവും. ഇത് പുറം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരിക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറിയിലെ പീസുകളൊന്നും ഇങ്ങനെ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു കഷ്ണം പൊടിയാതെ തന്നെ നമുക്ക് കിട്ടുവേ ഇങ്ങനെ വെക്കുവാണെങ്കിൽ. പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. സാധാരണ നമ്മൾ കറി വയ്ക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. ഇതാ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവൻ ഞാനങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഉള്ളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഓൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകവും പട്ടയും തക്കോലും ഗ്രാമ്പും ഏലക്കയും ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു 2 കിലോയോളം കാണുമായിരിക്കും ഏകദേശം. അതിനൊരു 6 സവാള എടുത്തിട്ടുണ്ട് ഞാനിത്. അത്യാവശ്യം വലിയ സവാള 6 സവാള എടുത്തിട്ടുണ്ട്. സവാള കൂടുതൽ എടുക്കുമ്പോൾ മധുരിക്കൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെറുള്ളിയാണ് ഈ സ്ഥാനത്ത് എടുത്തിരിക്കുന്നതെങ്കിൽ കറി മധുരിക്കും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ.